ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെ ഞാനിലേക്ക് സ്വാഗതം. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ കോഡ് എന്ന് പറഞ്ഞ പടം വെച്ചാൽ ഫെബി ജോർജ് എടുക്കുന്ന പടമാണ്. ഷാൻ റഹ്മാനാണ് മ്യൂസിക് ചെയ്യുന്നത്. ഈ പടത്തിന്റെ റിലീസ് മെയ് 16 എന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ റൈഡ് 2 എന്ന് പറഞ്ഞിടത്തിലത്തെ തുംഹെ ദിലഗി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇന്ന് പുറത്തിറങ്ങുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള അറിയത്തില്ല, എന്തായാലും റെക്കോർഡ് ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടായില്ല. പിന്നെ ഫാന്റാസ്റ്റിക് 4 എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പുതിയ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റർ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു പുതിയ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ലൊരു ട്രെയിലർ ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഓക്കെ കൺമണി എന്ന് പറഞ്ഞിട്ടുള്ള പടം നിത്യമേനൻ ദുൽഖർ സൽമാൻ അഭിനയിച്ച പടമാണ്. മണിരത്നം എടുത്ത പടമാണ്. ഈ പടം ഇറങ്ങിയിട്ട് 10 വർഷമായിട്ടുണ്ട്. അപ്പോൾ 10 years ഓഫ് ഓക്കെ കാതിൽ കൺപണി എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞിടത്തിന്റെ ശ്രീലങ്കത്തെ തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് അയൻകരൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സൂത്രവാക്യം എന്ന് പറഞ്ഞിട്ടുള്ള അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഷൈൻ ടോം ചാക്കോ, വിൻസി അലോഷ്യസ്, ദീപക് പരമ്പോൾ ഇവരൊക്കെയാണ് മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്നത്. പിന്നെ നോബഡി എന്ന് പറഞ്ഞിടത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗത്ത് ഒരു സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ബെല്ലറീന എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ വിക്കിന്റെ സ്പിൻ ഓഫ് ആയി വരുന്ന പടം. ഇവിടത്തിന്റെ ഒരു ഒഫീഷ്യൽ പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. എന്തായാലും പടം ജൂൺ 6 റിലീസ് ആകാൻ പോകുന്നത്. മെയിൻ കഥാപാത്രമായിട്ട് അന ഡെർമസ് ആണ് എത്തുന്നത്. പിന്നെ കിയാനു റീവ്സും ചെറിയൊരു റോൾ ചെയ്യുന്നതിൽ നമ്മൾ ട്രെയിലറൊക്കെ കണ്ടതാണ്. പിന്നെ മോഹൻലാലിന്റെ തുടരും എന്ന് പറഞ്ഞിടത്തിന്റെ കുറെ പോസ്റ്റേഴ്സൊക്കെ അവിടെ ഇവിടെ ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എൽറ്റംബരം എന്ന് പറഞ്ഞ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഏപ്രിൽ 24 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്ന് പറഞ്ഞ 4 ഭാഷകളിലാണ് പുറത്തിറങ്ങുക. എമ്പുരാൻ കുറെ റെക്കോർഡൊക്കെ തൂക്കിയെങ്കിലും ഇതുവരെ തൂക്കാൻ പറ്റാത്ത റെക്കോർഡ് ഇനി എന്തായാലും തൂക്കാൻ പോകുന്നുണ്ടാവില്ല. ആ റെക്കോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OTT റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സും ഏറ്റവും വലിയ തുകക്ക് വിറ്റുപോകണം മലയാള പടം എന്ന് പറയുന്നത് എമ്പുരാന് നേടാൻ സാധിച്ചിട്ടില്ല. അത് 2ാം സ്ഥാനത്താണ് എമ്പുരാൻ എടുക്കുന്നത്. 1ാം സ്ഥാനത്ത് വേറൊരു പടമല്ല, ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. ഇനിയിപ്പോൾ ഇത് തകർക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ MMN മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായൺ പടം, അല്ലെങ്കിൽ ദുൽഖറിന്റെ അടുത്ത അയാം ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള മലയാളത്തിൽ വരാൻ പോണ പടം. അതായിരിക്കും തകർക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും 3ാം സ്ഥാനത്ത് എടുക്കുന്നത് മമ്മൂട്ടിയുടെ ഭീഷ്മരം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ കമൽഹാസന്റെ മണിരത്നം എടുക്കുന്ന പടമാണ് തഗ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. AR റഹ്മാൻ അതിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സരിഗമ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ആയിട്ടുള്ള ജിങ്കച്ച എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചുകൊണ്ട് ഇന്നലെ പോസ്റ്റർ വന്നിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ ഇതിന്റെ പ്രൊമോ പുറത്തിറക്കി. അതിനുശേഷം ഈ പാട്ടിന്റെ ഫുൾ സോങ് 12:34 പുറത്തിറക്കുന്നുള്ള അതിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ലിറിക്സ് ചെയ്തിട്ടുള്ള കമൽഹാസനാണ്. പാട്ടിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ രസമുണ്ട് കേട്ടിരിക്കാനും, പക്ഷേ അതിൽ കൂടുതലും ജിങ്കച്ചാൻ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്ന വരികൾ. അതുകൊണ്ട് കുറച്ച് മോശമായി തോന്നി. എന്തായാലും നിങ്ങൾക്ക് ഈ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. പിന്നെ ജിത്തുമാധവൻ മോഹൻലാലിനെ വെച്ചിട്ടാണ് അടുത്തായിട്ട് പടം എടുക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് അതല്ല, ജിത്തുമാധവൻ അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന ഫഹദ് ഫാസിലിനെ അതിനെ വെച്ചിട്ടാണെന്നുള്ളതാണ് കേൾക്കുന്നത്. ആവേശം എന്ന് പറഞ്ഞ നടത്തിന് ശേഷം, പക്ഷേ ആവശ്യത്തിന്റെ 2ാം ഭാഗം അല്ലത്, വേറെ പാടാണ്. എന്തായാലും ഗംഭീരാവും തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ചിയാൻ 63 ചിയാൻ വിക്രമിന്റെ 63ാം പടം എന്ന് വെച്ചാൽ വീരധീരസൂരൻ പാർട്ട് 2 എന്ന് പറഞ്ഞ നടത്തിന് ശേഷം അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന പടമാണ്. മടനാശിനാണ് പടം എടുക്കുന്നത്, മാവീരന്റെ ഡയറക്ടർ. എന്തായാലും ഈ മാവീരനിൽ പറഞ്ഞു കേട്ടിരുന്ന ഒരു ഡയലോഗാണ് വീരമേ ജയ എന്നുള്ളത്. ഈ വീരമേ ജയ എന്നുള്ളതായിരിക്കും ഈ പടത്തിന്റെ പേര് എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാൻ എന്താ വരിക എന്നുള്ളത്. പിന്നെ മമ്മൂട്ടിയുടെ കുറച്ച് മുന്നേ എന്ന് വെച്ചാൽ ജനുവരി ആ ടൈമിൽ റിലീസായ പടമാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടം ഇതുവരെ OTT റിലീസ് ആയിട്ടില്ല. അത് ഈ ഏപ്രിൽ 25 ആമസോൺ പ്രൈമിലൂടെ പുറത്തിറങ്ങുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല, വന്നു കഴിഞ്ഞാൽ പറയാവുന്നതാണ്. പിന്നെ ടോക്സിക്കിന്റെ ഭാഗത്ത് ചെറിയ അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഒരു ഫോട്ടോ അവർ പങ്കുവച്ചിട്ടുള്ളതാണ് കെവിൻ പ്രൊഡക്ഷൻസ്. ഇതിൽ സുദേവ് നായർ ഓൺബോർഡ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അറിയിച്ചുകൊണ്ട്. എന്തായാലും യശും സുദേവ് നായരും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കിട്ടിയിട്ടില്ല, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സൂര്യയുടെ റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള കാർത്തിക് സുബ്രാജ് എടുക്കുന്ന പാടാണ്. സന്തോഷ് നാരായണാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിന്റെ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും 5 മണി മുതൽ നടക്കുന്നുണ്ട് നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. പിന്നെ പടത്തിന്റെ ഒഫീഷ്യൽ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, യുവാറിയ സർട്ടിഫിക്കറ്റ് ആണ് പടത്തിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ട് പടത്തിന് കിട്ടിയിട്ടുള്ള അറിയിച്ചുകൊണ്ടാണ്. എന്തായാലും ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വയലൻസ് സീൻസ് ഒക്കെ മോഡിഫൈ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേമാതിരി ചില വാക്കുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതേമാതിരി മോഡിഫൈ ചെയ്യുക, റീപ്ലേസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൽ സ്മോക്കിങ്ങിൻ്റെ ടൈമിൽ സ്മോക്കിംഗ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നുള്ള രീതിയിൽ എഴുതാത്തതൊക്കെ അത് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറെ പടത്തിലത്തെ പാട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള NOC ആയിട്ടുണ്ടെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. മൊത്തത്തിലൊരു കട്ടിങ് എന്ന് പറയാനാണെങ്കിൽ ഒരു 34 സെക്കൻഡിൻ്റെ കട്ടിങ് ആണ് വന്നിട്ടുള്ളത്, ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാറ്റങ്ങളൊന്നുമില്ല. എന്തായാലും പടത്തിൻ്റെ റൺ ടൈം ആയിട്ടുള്ളത് 2 മണിക്കൂറും 48 മിനിറ്റും 30 സെക്കൻഡാണ്. പിന്നെ പടത്തിൻ്റെ ട്രെയിലറിൻ്റെ കട്ട് ചെയ്തിട്ടുള്ളത് അൽഫോൺസ് പുത്രനാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ട്രെയിലർ യൂട്യൂബിലൊക്കെ ലഭ്യമാവുന്നത് ഇന്ന് 7 മണിക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റ് വന്നിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ എടുക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടപ്പില്ലേക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.